എന്തുകൊണ്ടാണ് EDയുടെ അന്വേഷണം ഇപ്പോൾ നടക്കാത്തത്? 150 കോടി രൂപ മത്സ്യപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വാങ്ങിയത് സംബന്ധിച്ച് എന്താ ഇപ്പോൾ ED അന്വേഷിക്കാത്തത്? എന്താ ഇൻകം ടാക്സുകാർ അന്വേഷിക്കാത്തത്? ഈ ബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഇത് മറച്ചു പിടിക്കാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിനുവേണ്ടി ഏത് വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിക്കുക, ഇതാണിപ്പോൾ VD സതീശൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ ഈ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് പ്രശസ്തനാണ്. കഴിഞ്ഞ തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് VD സതീശൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ചില PR വർക്കുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട്. അത് പരാതി കൊടുത്തു. പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഒരു അശ്ലീല വീഡിയോ ഇറക്കി. ആ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് വളരെ കാലം VD സതീശൻ്റെ കൂട്ടുകാരനും 22 വർഷത്തോളം VD സതീശൻ്റെ ഓഫീസ് സെക്രട്ടറിയായും പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നവരുടെ കുടുംബത്തെയാണ്. ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ കേസ് കൊടുക്കാൻ VD സതീശൻ മുന്നോട്ട് വന്നിട്ടില്ല. അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് VD സതീശൻ. എന്ന് മാത്രമല്ല, ആ പ്രശ്നങ്ങളിൽ തടി രക്ഷപ്പെടാൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന PS രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു നയീബുണ്ട്, രണ്ടുപേരുടെ പേരിൽ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കി. അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞവർക്ക് നേരെ, ഈ വ്യാജ CD ഉണ്ടാക്കി എന്ന് പറയുന്നവർക്ക് നേരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? കൊടുത്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് ഇത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രിയെയും മറ്റും തേജോവധം ചെയ്യാൻ ഉപയോഗിച്ചൊരു കഥയായിരുന്നു സ്വപ്ന സുരേഷ്. ഇപ്പം ഞാനത് നിങ്ങളോട് തന്നെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. സ്വപ്ന സുരേഷിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിപ്പിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് VD സതീശനാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്നു. ഞാനും എൻ്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും ഞങ്ങൾ ഒന്നിച്ചൊരു ഫോട്ടോ. ആ ഒന്നിച്ചുള്ള ഫോട്ടോ VD സതീശൻ പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘമാണ് എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വീഡിയോ ഒരുപക്ഷെ അതിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് VD സതീശൻ്റെ ഒരു പ്രധാന രേഖ. ഇതാണത്. എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ചു. അതിന് എറണാകുളത്തുള്ള ചില കോൺഗ്രസ് പ്രവർത്തകരെ VD സതീശൻ ഉപയോഗിച്ചു. അതിൻ്റെ പിന്നിൽ ഈ വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ VD സതീശനാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അന്ന് എൻ്റെ ഭാര്യ പോലീസിന് പരാതി കൊടുത്തു. അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ കാര്യങ്ങളെല്ലാം ഏതാണ്ട് വ്യക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം അതാണ്,